മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം. സൈലന്റ് വാലിയിൽ പലചരക്ക് കടയും വെയിറ്റിംഗ് ഷെഡും തകർത്തു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വ്യാപാരി പറയുന്നു. இங்கே பார்த்தீங்கன்னா ஆர்ஆர்டி குரூப்புக்கு எதிர்ப்புறமாக நம்ம 2 நாளைக்கு முன்னால் ஒரு செய்தி கொடுத்தோம். ஆனால் ஆர்ஆர்டி காலையில் வருது, 2 வேட்டை போடுறாங்க, சாயந்தரம் வராங்க, 2 வேட்டை போடுறாங்க. இது வரைக்கும் எந்த ஒரு இந்த படையப்பா யானையை விரட்டக்கூடிய விஷயத்தை அவங்க பண்ணலை. இவ்வளவு ஒரு கேவலமான நிலைமை இந்த மாதிரி போய்கிட்டு இருக்குது. இப்போ கிட்டத்தட்ட அந்த முத்துன்னு சொல்லக்கூடிய கடையில் 1,50,000 ரூபாய்க்குள்ள பொருளை மொத்தம் அப்படியே காலி பண்ணி பஞ்சாயத்துக்கு சொந்தமான பில்டிங்கோட கதவை உடைச்சி, இப்போ பஞ்சாயத்துக்கு நஷ்டம், இந்த பாவப்பட்ட முத்தோடைய கடையை உடைச்சி 1.5 லட்ச ரூபா சாயந்தரம் எடுத்து எல்லாம் ரோட்டில் போட்டிருக்கு. அப்போ இதெல்லாம் ஆராய்ச்சி பார்த்துட்டு தான் போயிருக்காங்க. பார்த்துட்டு போனால் நாங்கள் விட மாட்டோம். அவருக்கு கரெக்டான நேரத்தில் அவருக்கு கொடுக்க வேண்டிய அந்த பரிகாரமான பணத்தை அவர் கையில் கொடுத்துருக்கணும். ജെയിൻ രാജു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജെയിൻ, നിരന്തരമായി ഇത്തരത്തിൽ ആക്രമണം നടത്തുകയാണ് പടയപ്പ. ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയുമോ എന്ന് നമ്മൾ പലപ്പോഴായി ചോദിക്കുന്നതല്ലാതെ ഇതിലൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. എന്താണ് ഈ RRT ഒക്കെ പറയുന്നത്? ജനങ്ങൾ പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ പടയപ്പ എന്ന കാട്ടാന ജനവാസ മേഖലയിൽ ജീവിക്കുന്ന ഒരു കാട്ടാനയാണ്. സ്വാഭാവികമായും ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചാൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇതെത്തും. അതാണ് ഈ മേഖലയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സൈലന്റ് വാലി മേഖലയിലാണ്. ഇന്നലെ രാത്രി അത് സൈലന്റ് വാലിയിൽ എത്തുകയും അവിടെ പഞ്ചായത്തിന്റെ ഒരു വെയിറ്റിംഗ് ഷെഡും അതിനോട് ചേർന്നൊരു കടയുമുണ്ട്. ആ 2 കെട്ടിടങ്ങളും തകർത്തു. ഈ പലചരക്ക് കടയിൽ നിന്നാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത്. അതിന്റെ കതക് തകർത്ത് ഈ ആന അകത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തെടുക്കുകയും കുറെ ഭക്ഷിച്ച് അവിടെ നിന്ന് പോവുകയുമാണ് ചെയ്തത്. നാട്ടുകാർ ആരോപിക്കുന്നത് ഈ RRT സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചിന്നക്കനാലിലും മൂന്നാറിലുമായിട്ട് RRTകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ മൂന്നാറിലെ RRTയുടെ സേവനമാണ് ചിന്നക്കനാലിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ചിന്നക്കനാലിൽ കൂടി ഒരു RRT എത്തിച്ച് കൂടുതൽ കാര്യക്ഷമമായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല. അപ്പം നിരീക്ഷിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല. ശാശ്വത പരിഹാരത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ജനവാസ മേഖലയിൽ ജനിച്ച് ജനവാസ മേഖലയിൽ വളർന്ന് ജനവാസ മേഖലയിൽ ജീവിക്കുന്ന ഒരു കാട്ടാനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള ഒരു കാര്യം.